അശ്രു ജലങ്ങള് ഘടകപാഠമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ ആരാണെന്ന് മനസ്സിലായി എന്നുള്ള വേഗം കാൽക്കൽ അങ്ങോട്ട് പോയി വീഴുകയാണ്. വീണിട്ട് പറഞ്ഞു, പാതുകാം ദേഹി മാം, അങ്ങയുടെ ഈ മെതിയടി എനിക്ക് തരൂ. എന്തിനാണ് ഈ മെതിയടി ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങയുടെ സ്മരണ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടി ഈ മെതിയടി ഞാൻ സൂക്ഷിച്ചു വെക്കും. രാജ്യഭരണത്തിന് ഞാൻ കേവലം ഒരു ആജ്ഞാവർത്തിയായിട്ട്, അങ്ങയുടെ ആജ്ഞാവർത്തിയായിട്ട്, ഒരു കിങ്കരനായിട്ട് വർത്തിക്കും. അങ്ങാണ് രാജ്യം ഭരിക്കുക. സിംഹാസനത്തിൽ ഞാൻ ഈ മെതിയടി വെക്കും, അങ്ങേ സ്മരിച്ചുകൊണ്ട്. എന്നിട്ട് ഞാൻ ഈ പാതുകങ്ങളെ പൂജിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങ് ആ മെതിയടിയെങ്കിലും എനിക്ക് തരൂ. പാതുകാം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യാ മമ. സേവിച്ചു അങ്ങയുടെ പാദദാസനായിട്ട് അവിടുത്തെ ചരണങ്ങളെ നമിച്ചുകൊണ്ട് രാജ്യം ഭരിക്കാൻ എനിക്ക് പ്രാപ്തി ഉണ്ടാവാൻ, അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ പാദങ്ങളാന്ന് മനസ്സിലായിക്കൊണ്ട്. കാരണം അങ്ങ് എപ്പോഴും ആ മെതിയടിയിൽ കാല് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെതിയടിയെ ഞാൻ തൊഴുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അങ്ങയുടെ പാദപത്മങ്ങളിൽ കർമ്മണ വാച മനസ മുഴുവനും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എനിക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കും. എൻ്റെ അഹങ്കാരം മുഴുവനും മാറ്റാം. ഭരതനാണ് ഭരിക്കുന്നത് എന്നുള്ള മാറ്റിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമി തന്നെയാണ് ഭരിക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യവും. അപ്പം രാജ്യം എന്തായിരിക്കും? സമ്പൽ സമൃദ്ധമാകും, എല്ലാവരും സന്തോഷരാവും. കാരണം ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടെച്ചാൽ പിന്നെ എന്താ അവിടെ നടക്കാൻ പറ്റാത്തത് അല്ലേ? ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം എപ്പോഴും ശാന്തിയെ തന്നെ ഭജിക്കൂ നീ എന്നൊക്കെ പറഞ്ഞില്ലേ? ശാന്തി നേടണം. ആ ശാന്തി ഉണ്ടെങ്കിലാണ് എന്താ? ശാന്തിയാണ് എപ്പോഴും നന്ദനവനം. നന്ദനവനം എന്നൊക്കെ ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞതാണ്. മറ്റത് നരകാണ് ശാന്തി ഇല്ലാതെ വരിക എന്നൊക്കെ പറയുകയാണെങ്കിൽ. താവദേവ അനാരഥം ഭജിച്ചിടുവാൻ യാവത്തവാഗമനം ദേവദേവമേ. താവത് ഏവാനാരഥം ഭജിച്ചിടുവാൻ, എപ്പോഴങ്ങ് തിരിച്ചു വരുന്നു, തവ ആഗമനം, അങ്ങ് തിരിച്ചു വരുന്നത് വരെ അങ്ങയെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ പൂജിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട് ഞാൻ രാജ്യം ഭരിച്ചുകൊള്ളാം. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാം. ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. ആ മെതിയടി ഭക്തിപൂർവ്വം കയ്യിലെടുത്ത് തന്റെ തലയിൽ വെച്ചു. എന്നിട്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ, പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. 14 സംവത്സരം കഴിയുന്ന ദിവസം അങ്ങ് തിരിച്ച് അയോധ്യയിൽ വന്നില്ല, കാല് കുത്തിയില്ല എങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചിത കൂട്ടി തീയിൽ ചാടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. പിന്നെ രാജ്യം ഭരിക്കാൻ ഇന്നെ കിട്ടില്ല എന്നാ. അതുവരെ അങ്ങയെ തന്നെ സ്മരിച്ചുകൊണ്ട്, അങ്ങയുടെ പാതകങ്ങളെ കണ്ടുകൊണ്ട് ഭജിച്ചുകൊണ്ട് ഞാൻ രാജ്യം ഭരിക്കും. 14 വർഷം അങ്ങനെ ഭരിക്കണം. പക്ഷെ ഞാൻ അങ്ങയെ തന്നെ സ്മരിച്ച് അങ്ങറ്റ് തിരിച്ചു വന്നില്ല വെച്ചാൽ അങ്ങക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയെങ്കിൽ ഇങ്ങനെയാണല്ലോ, രാക്ഷസന്മാരെ കൊല്ലാനാണല്ലോ പോണ്. അഥവാ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല വെച്ചാൽ ഇത് ഞാനും ഉണ്ടാവില്ല അവിടെ. അത്രേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? എന്നതു കേട്ടു രഘുപതിയും നിച്ച കണ്ണുനീരും തുടച്ച് അൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ല അതിന്, അങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം.
അതിനെന്താ സംശയം, ഞാൻ അന്ന് തന്നെ അവിടെ ഉണ്ടായിരിക്കട്ടോ, പേടിക്കണ്ട, അത്ര പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വിട കൊടുത്തു. പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ധന്യനായിട്ടുള്ള ഭരതൻ നമസ്കരിച്ച് അവിടുന്ന് പുറപ്പെട്ടു പോയി. എല്ലാവരും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ഭഗവാനെ വഹിച്ചുകൊണ്ടാ പോയി. നമ്മളൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുമ്പൊക്കെ അവ ദേവിയെയും ദേവനെയും മനസ്സിൽ വഹിച്ചു വേണം പോവാൻ. അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത് എന്നാ പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ, കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അമ്പലത്തിലേക്ക് ഗുരുവായൂരപ്പനൊക്കെ വധിച്ചിരിക്കും, അല്ലെങ്കിൽ കാടാമ്പുഴമൊക്കെ വരും. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരായി. പിന്നെ ദേവി നമ്മുടെ ഉള്ളിലൊന്നുമില്ല. പിന്നെ അല്ല അങ്ങനെയാ. അതിപ്പോ എന്താ വെച്ചാൽ മായ കൊണ്ടങ്ങോട്ട് മൂടി നമ്മുടെ മായ മാറുന്നില്ല എന്നർത്ഥം. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് അങ്ങോട്ട് കിട്ടാനായിട്ടാണ്. പൂർണ്ണമായിട്ടും മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും വലിയ വേണ്ടാത്ത തോന്നലൊന്നും ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. ഈ വേണ്ടാത്ത തോന്നലൊക്കെ വരുന്നതിന് കാരണം എന്തോ നമ്മളെ മായ കൊണ്ട് മൂടിയിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. ഏതായാലും അവരൊക്കെ തിരിച്ച് എത്തി. ശോകം അകന്നു നടന്നു മകനുമായി കൈകേയിക്ക് ഇപ്പൊ സന്തോഷമായി. കാരണം താൻ കാരണമാണല്ലോ ഇതൊക്കെ ഉണ്ടായി. ദുഃഖിക്കായിരുന്നേ, വളരെ വിഷമായിരുന്നു കേട്ടോ പാവം. മകന് രാജ്യം കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ മകൻ തന്നെ വന്ന് പറഞ്ഞപ്പോഴാണ് എന്തൊരു കാര്യം ഞാൻ ചെയ്തത്, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എന്നാ. വസിഷ്ഠന്റെ ആ ഉപദേശം കേട്ടുകൊണ്ടാണ് പിന്നെ തൻ്റെ ശരീരം വെടിയാതിരുന്നത്. അല്ലെങ്കിൽ അപ്പൊ തന്നെ കളഞ്ഞിരുന്നു. കാരണം മകന്റെ നിന്ദ കേട്ടു, ലോകരൊക്കെ നിന്ദിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കേട്ടാൽ പിന്നെ ഏത് ആൾക്കാരിക്കാൻ തോന്നുന്നു. പക്ഷെ വസിഷ്ഠൻ പറഞ്ഞു അതൊന്നും സാർ അന്നേ ഉപദേശിച്ചിട്ടുണ്ട്, നല്ല കാര്യം. ഇപ്പൊ ശ്രീരാമചന്ദ്രസ്വാമിയെ കുറിച്ച് വസിഷ്ഠൻ എന്താ ഭരതനോട് പറഞ്ഞു കൊടുത്തു. ഭരതന് സമാധാനമായി, അമ്മയല്ല, അമ്മയോടുള്ള സ്നേഹമൊക്കെ പഴയ പോലെ. അപ്പൊ പിന്നെ സന്തോഷത്തോടു കൂടി എല്ലാവരും തിരിച്ചു വന്നു. മറ്റത് അങ്ങോട്ട് പോകുമ്പോൾ മുണ്ടി ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ കൂടെ ഉണ്ടായിരുന്നെച്ചാൽ എന്തൊരു വിഷമല്ലേ. നമ്മളൊപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൂടെ വിളിച്ച് മറ്റവർക്ക് വേണ്ടിയിട്ട് കൂടെ വന്നാലും ഒരാള് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചില്ല വെച്ചാൽ നമുക്കൊക്കെ എങ്ങനെ ശരിയല്ലേ, വിഷമം ഉണ്ടാവും. അല്ല അല്ല അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ മാറി കിട്ടിയെന്നാണ്. എന്താ വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം എന്താ വെച്ചാൽ ഏത് വിഷമങ്ങളും മാറും, അത്രയേ ഉള്ളൂ. ഏതായാലും അയോധ്യാപുരിയിൽ ചെന്നതിന് ശേഷം നിത്യസുഖേന വസിച്ചിതെല്ലാവരും ഇതാണ്. കാരണം ഭഗവാന്റെ ആ സ്മരണ ഭരതൻ കാത്തു സൂക്ഷിച്ച് ഭഗവാൻ തന്നെ ഭരിക്കുന്നു എന്നുള്ള തോന്നൽ ലോകപുരവാസികൾക്കെല്ലാം ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് രാജ്യം വളരെ സന്തോഷപൂർവ്വം ഭരിച്ചു എന്നാണ്. താപസ വേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വച്ചു സിംഹാസനെ രാഘവ പാദങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ട് അന്തികേ സേവിച്ചു നിന്നാർ ഇരുവരും. നന്ദിഗ്രാമത്തിൽ ചെന്നിട്ട് അവര് വൽക്കലചാരികളായിട്ട് ജഡാധാരികളായിട്ട് വ്രതത്തോടുകൂടി, കഠിനമായ വ്രതത്തോടു കൂടിയിട്ട് വെച്ചാൽ ആ ഇന്ന സമയത്ത് വ്രതങ്ങളുണ്ടല്ലോ ഓരോരോ. നമ്മൾ ധരിക്കേണ്ട കാര്യങ്ങളാണ് വ്രതം എന്ന് പറയുന്നത്. അല്പാഹാരം, അല്പനിദ്ര, ഭഗവത് സ്മരണ, കീർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, ദയാദാക്ഷിണ്യം, ഇതൊക്കെ വേണമെന്നാണ്. ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് സിംഹാസനത്തിൽ ആ പാദുകം വെച്ചുകൊണ്ട് രാജ്യഭരണം നടത്തി പുരവാസികൾക്കെല്ലാം ആനന്ദം ഉണ്ടായി എന്നാണ്. നാനാ മുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ. രാഘവന്റെ അടുത്തേക്ക് തിരിച്ചു വരിക നമ്മൾ. ഇവര് പോയതിനു ശേഷം രാഘവൻ എന്താ സകല മുനിമാരെ വളരെ സന്തോഷപൂർവം ഭഗവാനെ എല്ലാം ഭഗവാന്റെ എന്ത് ആവശ്യങ്ങൾ അവർ നടത്തി കൊടുക്കുന്നുണ്ട് അർത്ഥം. കാരണം സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഇവിടെ തങ്ങളുടെ സമീപം വന്ന് താമസിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവരൊക്കെ ദിവ്യദൃഷ്ടിയുള്ള ആൾക്കാരാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മനസ്സിൽ വിചാരിച്ചിട്ട് ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, ഒരു കാര്യം പറയാണ്ട്. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലേ ഇപ്പൊ സുഖമാണ്, അവിടെയൊക്കെ കുഴപ്പമൊന്നുമില്ല. കാരണം ആശ്രമം എപ്പോഴും സുഖം കാര്യങ്ങളൊന്നുമില്ല, അയോധ്യയിലത്തെ പോലെ തന്നെയാണ് അല്ലേ. പക്ഷെ ഇവിടെ ഇരുന്ന വേറൊരു കുഴപ്പമുണ്ട്. എന്താ അറിയോ, രാജ്യവാസികൾക്കൊക്കെ അറിയാം നമ്മൾ ഇവിടെ ഇരിക്കണെന്നർത്ഥം. അയോധ്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊരു ടൂറ് പോട്ടെ, നാളെ അയോധ്യയിലേക്ക് പോകാന്ന് പറഞ്ഞ് ട്രെയിൻ കയറി പോകുന്ന എന്താ ചെയ്യാ.
അല്ലേ? ഇവിടെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്വയം, ഈ പാവപ്പെട്ട മുനിമാർക്കും ഒരു സ്വയം ഉണ്ടാവില്ല. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഭരതനും ശത്രുഘ്നനും വന്നു എന്നൊന്നും വരില്ല, കാരണം അവർക്ക് ആ പാതുകം മതി. പക്ഷെ സാധാരണ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ. അവർക്ക് രാമനെ നേരിട്ട് കാണണം. എല്ലാവർക്കും ആ മനസ്സിൽ അങ്ങനെ ഉറപ്പൊന്നും ഉണ്ടാവില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ കാട്ടിലേക്ക് വരുന്നു പറഞ്ഞ് ചിലവർ ഇങ്ങോട്ട് പുറപ്പെട്ട് വന്നാൽ നമ്മൾ ഇന്ന സ്ഥലത്തായിരിക്കണമെന്ന് അവർക്കൊക്കെ മനസ്സിലായി. കാരണം ഇവരൊക്കെ കൂട്ടിയിട്ടാ വന്നേ, ഈ വലിയ പടയും കൂട്ടിയിട്ട് എത്രയും ജനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന ഭരതൻ നമുക്കൊരു കുഴപ്പമുണ്ടാക്കി തന്നു. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞ് താമസിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ ലക്ഷ്മണ. അതുകൊണ്ട് ഘോരവനങ്ങളിലാണ് നമ്മൾ പോകാൻ പോണത്. അടുത്തത് നമ്മുടെ ഒരു സ്ഥലത്ത് ഇവിടെ കുറച്ചു കാലം മതി. ഇനി നമ്മൾ ഘോരവനത്തില്, അവിടെ ഒരു 13 വർഷം 14 വർഷത്തില് 13 വർഷം ഘോരവനത്തിലാണ്. ആരുടെ കൂടെ? ഈ അഗസ്ത്യമുനിയുടെ ഒക്കെ അടുത്ത ആശ്രമത്തിലാണ് പിന്നെ താമസിച്ചെന്നർത്ഥം, സുധീഷ്ണന്റെ ഒക്കെ അടുത്ത്. പിന്നെ അത് ഘോരവനം തന്നെയായിരുന്നു. ഏറ്റവും ഇവിടെ വിരാധവധത്തിലേക്ക് വരാൻ പോവാണ് നമ്മൾ. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ. ഏതായാലും അത് പറഞ്ഞതിന് ശേഷം സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സത്വരം വേഗത്തില് പോണം. പടന്ന് അയോധ്യയിൽ നിന്ന് ബന്ധുമിത്രാദികൾ വീണ്ടും വീണ്ടും ഇവിടെ വരാതിരിക്കില്ല. അതിനാൽ ദണ്ഡക വനത്തിലേക്ക് ഉടനെ പോവുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരെ. ചിത്രകൂടാചലത്തിന് അനുജനും ജാനകി ദേവിയായിട്ട് അവിടുന്ന് പുറപ്പെട്ടു. എന്നിട്ട് അത്രിയാശ്രമത്തിന്റെ അടുത്തേക്ക് എത്തി. അത്രി അനസൂയ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ പുത്രനാണ് അത്രി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത്രി ദത്താത്രേയൻ കേട്ടിട്ടുണ്ടോ? ദുർവാസാവ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ചന്ദ്രൻ എന്ന് കേട്ടിട്ടുണ്ടോ? സോമൻ. ഇതൊക്കെ അത്രിയുടെ പുത്രന്മാരാത്ര അല്ലേ? അത് നമ്മൾ ഭാഗവതത്തിലൊക്കെ ഉണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അത്രി അനസൂയ ഭഗവാനെ പുത്രനായി ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ പൂജിച്ചു. പരമാത്മ ചൈതന്യ സ്വരൂപനായിട്ട് നിത്യ കല്യാണ നിധിയായിട്ടുള്ള ഭഗവാനെ നിരന്തരം വ്രതത്തോടുകൂടി തപസ് ചെയ്തു. അവരെല്ലാം ബ്രഹ്മാവിന്റെ ശിക്ഷണാർത്ഥം എല്ലാവരും തപസ് ചെയ്ത് ഭഗവാനെ പ്രതിപ്രതി വരാ. മരീചി തുടങ്ങി എല്ലാവരും. അല്ല, അത്രയും അനസൂയം പ്രാർത്ഥിച്ചപ്പോ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാര് 3 പേരും കൂടിയിട്ടാണ് വന്നത്. എന്നുവെച്ചാൽ ഭഗവാന്റെ തന്നെ 3 അംശമാണ്. സാത്വിക രജ തമോ ഗുണങ്ങളിൽ അവരെ കാണിക്കാൻ വേണ്ടി 3 രൂപങ്ങൾ എടുത്തതാണ്. ഒരേ ആളെന്നെ 3 രൂപത്തിൽ വന്നു എന്നാണ്. അപ്പൊ അത്രയ്ക്ക് എന്നെ പേടി. ഞാൻ ഒരാളെ പ്രാർത്ഥിച്ച് 3 രൂപമായിട്ട് വന്നിരിക്കുന്നു. എന്താ ഭഗവാൻ ഇങ്ങനെ? നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ 3 പേരുടെയും പുത്രന്മാര് നിനക്ക് ഉണ്ടാവും. 3 പേരുടെയും അംശങ്ങളായിട്ട്, 3 പേരുടെയും സ്വരൂപങ്ങളായിട്ട്, 3 പേരുടെയും ഗുണങ്ങളായിട്ട്. അങ്ങനെ സാത്വിക ഗുണസമ്പന്നനായിട്ട് വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് ജനിച്ച ആളാണ് ദത്തൻ. ദത്താത്രേയൻ എന്നാണ് പേര്. കർത്തവീരാജനൊക്കെ പ്രാർത്ഥിച്ചതൊക്കെ ദത്താത്രേയൻ അല്ലേ? ആ ദത്താത്രേയനാണ് 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന അല്ലേ? യദു അവധൂത സംവാദം എന്നൊക്കെ പറഞ്ഞ് ഭാഗവതത്തിലുണ്ട്. അവധൂതനായിട്ട് ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ഭാഗവതത്തിലൊക്കെ ഉണ്ടത്രേ, ചില കഥയിൽ അത് ഇന്ന ആളാണ്. ആരാ? ഈ ദത്താത്രേയൻ തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം എന്നാണ് വെച്ചാൽ. പിന്നെ എന്താ പറയാ, നമ്മുടെ പ്രഹ്ലാദൻ, ഭക്തപ്രഹ്ലാദൻ കാട്ടിലൂടെ നടന്നപ്പോ ഈ ദത്താത്രേയനെ കാണുണ്ടായി എന്നൊക്കെയാണ് പറയണത്. ഏതായാലും ഭഗവാൻ പരമേശ്വരന്റെ അംശത്തിൽ നിന്ന് പൂജാതനായതാണ് ദുർവാസാവ്. പിന്നെ ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന് ജനിച്ച ആളാണ് സോമൻ. സോമൻ ആരാ? സോമൻ അറിയില്ലേ? ചന്ദ്രൻ അല്ലേ? ചന്ദ്രന്റെ പുത്രൻ ബുധൻ. താരയുടെ പുത്രനായിട്ട് ബുധൻ. ബുധന്റെ കഥ പറയണം. കുറെ പുരൂരവസ് ഉർവശിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? ബുധന്റെ പുത്രൻ അങ്ങനെ പുരൂരവസ്, അതൊക്കെ പിന്നെ പറയാം. ഏതായാലും അങ്ങനെയുള്ള അത്രിയുടെ ആശ്രമത്തിലേക്ക് ത്രേതായുഗത്തിൽ വരികയാണ്. ഇതൊക്കെ അതിനു മുമ്പ് നടന്ന കാര്യമാണ് മറ്റൊക്കെ. ഏതായാലും ത്രേതായുഗത്തിലെ രാമചന്ദ്രസ്വാമിയുടെ സമയത്ത് രാമചന്ദ്രസ്വാമി പറഞ്ഞു അത്രി തന്നെ ആശ്രമ തീരത്തെത്തി എന്നാണ്.
ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. എന്നിട്ട് പറഞ്ഞു, രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം. അവിടുത്തെ പാദപത്മങ്ങളെ ദർശിക്കാൻ ഭാഗ്യമുണ്ടായത് എൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താ? സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതനെന്നറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം മാതൃഭാരാന്വിതം. ഈ വന്നിരിക്കുന്നത് തന്നെ പുകഴ്ത്തി സംസാരിച്ചത് സാക്ഷാൽ നാരായണനാണെന്ന് അത്രി മഹർഷിക്ക് മനസ്സിലായി. വേഗം അദ്ദേഹം പൂജിച്ചു, അർഘ്യപാദ്യാദികളൊക്കെ കൊടുത്ത് അസനൊക്കെ സമർപ്പിച്ച് അദ്ദേഹത്തെ വേണ്ട വിധം സൽക്കരിച്ചു എന്നാണ്. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധതപസ്വിനിമാരിൽ വെച്ച് ഉത്തമയായ ധർമ്മജ്ഞാതബോധന. എന്റെ പത്നിയായ അനസൂയ വൃദ്ധ താപസിയാണ്. അപ്പൊ അങ്ങനെ പുറത്തൊന്നും വയ്യ, കുറച്ച് പ്രായമായിരിക്കണം. ഒക്കെ വയസ്സാവൂലോ, എല്ലാവർക്കും പ്രായമാവൂലോ. ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്. അപ്പൊ പ്രായമായിട്ടിരിക്കുക. സീതയോട് പറഞ്ഞു, ഒന്നകത്ത് പോയിട്ട് കണ്ടോളൂ, കാരണം പുറത്തേക്ക് വരാനുള്ള ശേഷിയില്ല. എന്നാ വലിയ സന്തോഷാവും. ജാനകി ദേവി പോയി കാണാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമല്ലേ. എന്നാ അനസൂയ പോയി കാണൂ എന്ന് അത്രി മഹർഷി പറഞ്ഞപ്പോ അടുത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോ, വത്സേ വരിക അരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു. ആ ജനകപുത്രിയെ സീതാദേവിയെ ഇംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, അത് ഏറ്റവും വലിയ ജന്മസാഫല്യാണ്. ജന്മത്തിൽ വേറെ ഒന്നും ഇനി സഫലമാവാൻ ഇല്ല, ഇതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൻ. അപ്പൊ എന്തൊക്കെയാ കൊടുത്തത്? ദുകൂലം. ദുകൂലം എന്ന് പറഞ്ഞ വസ്ത്രമാണല്ലോ അല്ലെ, പട്ട് വസ്ത്രം എന്നാണ്. നല്ല, അതും വിശ്വകർമാവിനാൽ നിർമ്മിതമായിട്ടുള്ള വസ്ത്രമാണ്, മനോഹരമായിട്ടുള്ള. അനസൂയുടെ കയ്യിലുണ്ട്, അത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കും, ആരെങ്കിലും വന്ന് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് എന്തെങ്കിലും നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ. അതൊക്കെ ഒരു ആതിഥ്യ മര്യാദയുടെ ഒരു ഇതാണ്. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കുക, ഒരു സന്തോഷം ഉണ്ടാക്കുക. അങ്ങനെ ഒരു പട്ട് കൊടുത്തു. മാത്രല്ല, അതൊക്കെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ കുണ്ടലങ്ങള്, കർണാഭരണങ്ങൾ കൊടുത്തു. അംഗരാഗങ്ങള്, അംഗരാഗങ്ങൾ കുറിക്കൂട്ടുകളൊക്കെയാണ്. അതിപ്പോ കൊച്ചന്തരും ഇതൊക്കെ വെക്കാനുള്ള പാത്രങ്ങൾ, അതിലൊക്കെ ഇങ്ങനെ സുഗന്ധങ്ങളൊക്കെ. അങ്ങനെ സീതയ്ക്ക് ഇപ്പൊ വൽക്കലും ജടയും ധരിച്ചിരിക്കേണ്ട കാര്യമില്ല. സീത മനോഹരിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്, നല്ല വസ്ത്രങ്ങളും ഒക്കെ എടുത്തിട്ട്. അതുകൊണ്ടാണ് സീതയെ കണ്ടൊക്കെ ശൂർപ്പണയ്ക്കൊക്കെ അടക്കം എന്താണ് ഒരു അസൂയൊക്കെ വന്നത്. എന്താ സൗന്ദര്യം എന്നാണ്. ലക്ഷ്മി ദേവിയാണ്. അപ്പൊ ഇത് രാവണനല്ലേ, തന്റെ സഹോദരന് യോജിച്ചവളാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ കാട്ടിലിരിക്കണം ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ഇരിക്കണേക്കാട്ടിലും ശ്രീരാമചന്ദ്രനെ തനിക്ക് പറ്റുന്ന എന്തൊരാഗ്രഹം നോക്കൂ. അത് നല്ലതാണ്. കാരണം ശൂർപ്പണഖയ്ക്ക് ബാക്കിയുള്ളതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ. ഗോപികമാരൊക്കെ പ്രേമുണ്ടായത് കൊണ്ടല്ലേ. അതൊക്കെ ഭാഗ്യം ചെയ്തുകൊണ്ടാണ് ശൂർപ്പണഖയ്ക്ക് സൽഗതി ഉണ്ടായി എന്നൊക്കെ വിചാരിച്ചോളൂ. ഏതായാലും ആ സുഗന്ധദ്രവ്യങ്ങളൊക്കെ, കുറിക്കൂട്ട്, അതൊക്കെ കൊടുത്തു അലങ്കാരത്തിന്. എന്നിട്ട് പറഞ്ഞു, മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൻ നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. പതിവ്രത, പതിയെ തന്നെ എപ്പോഴും പിന്തുടരുന്ന ആ ഒരു വ്രതമുണ്ട് സ്ത്രീകൾക്ക്. അത് പാതിവ്രത്യ അത്ര. ആ പാതിവ്രത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ നീ. ഭർത്താവിന് എന്ത് വിഷമം ഉണ്ടാച്ചാൽ അത് എനിക്കും വിഷമമാണ്. ഭർത്താവിന് വേണ്ടാത്തതൊന്നും തനിക്ക് വേണ്ട. ഭർത്താവിന് സ്വീകാര്യമല്ലാത്ത രാജ്യം തനിക്കെന്തിനാ? ഭർത്താവിന് സ്വീകാര്യമല്ലാത്ത ഒരു തര പരിചരണങ്ങളും തനിക്ക് ആവശ്യമില്ല എന്ന് കരുതി ഭർത്താവിന്റെ കൂടെ പുറപ്പെട്ട നീയ് ഉത്തമ സ്ത്രീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. കാന്തി നിനക്ക് കുറയായിക ഒരിക്കലും, ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. അനുഗ്രഹം കൊടുത്തു തലയിൽ കൈവച്ചിട്ട്. അതെ, ഇപ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും നോക്കണ്ട. കുറച്ചു കാലം കഴിഞ്ഞാൽ രാജധാനിയിൽ റാണിയായിട്ട് സുഖമായിട്ടിരിക്കട്ടോ.
അനുഗ്രഹം കൊടുത്തു വെച്ചാൽ അവിടെ സുഖമായിട്ടിരിക്കാൻ പറ്റിയതൊന്നുമില്ല, അങ്ങോട്ട് പോകേണ്ടി വന്നു അല്ലേ. രാമായണത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഭർത്താവിനോട് കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞു. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തബോധനൻ അത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു, ഭവാൻ അഹോ നാരായണനായതെന്നറിഞ്ഞേൻ അഹം. നിൻ മഹാമായ ജഗത്രയാവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവൻ ഇത് മഹേശ്വരൻ ഉമാദേവിക്ക് പറഞ്ഞു കൊടുക്കണ ഭാഗം പോലെയാണ് രാമായണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അയോധ്യാകാന്ഡം ഇവിടെ പരിസമാപ്തി ആണ്. അങ്ങനെ അത്രിയുടെ ആദിത്യമൊക്കെ സ്വീകരിച്ച് അത്രി സാഷ്ടാംഗം നമസ്കരിച്ച്, അങ്ങ് നാരായണനാന്ന് എനിക്കറിയാം, ലോകപരിരക്ഷാർത്ഥം മനുഷ്യവേഷം ധരിച്ചിട്ട് മനുഷ്യന്മാരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മായാമോഹത്തിന് അടിമ അല്ലെങ്കിൽ വിദ്യ ശരിക്കും നേടാത്ത ആൾക്കാർക്കൊക്കെ മോഹം ജനിപ്പിക്കാൻ വേണ്ടി മനുഷ്യന്റെ രൂപം ധരിച്ചങ്ങനെ ദുഃഖങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് നടക്കുകയാണ്, എനിക്കറിയാതെ. അപ്പൊ അത്രയും ജ്ഞാനിയായിട്ടുള്ള മുനിയായതുകൊണ്ട് എല്ലാം അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന അത്രിയുടെ ആദിത്യം സ്വീകരിച്ചുകൊണ്ട് അന്ന് അവിടെ കൂടി എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ദണ്ഡകാരണ്യത്തില് ആണ്. ഇപ്പോഴേ അങ്ങനെ അത്രി മഹർഷിയുടെ അല്ലെ ദണ്ഡകാരണ്യത്തിലേക്കുള്ള പ്രവേശനത്തില് അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ്. പിന്നെ അവിടുന്ന് എന്തുണ്ടായി എന്ന് വീണ്ടും ചോദിക്കുക പാർവതി. അരണ്യകാണ്ഡത്തിലേക്ക് കടന്നു. അയോധ്യയിൽ നിന്ന് ആരണ്യത്തിലേക്ക് ഇപ്പോഴാണ് കടന്നത്. ഇനി അരണ്യകാണ്ഡത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രശ്നങ്ങൾ. കാട്ടിൽ വെച്ച് കുറെ പേരെ കൊല്ലാൻ പറ്റി. ശൂർപ്പണഖയെ നാസിക ഛേദനം ചെയ്തു എന്നാണ് അല്ലെ. കുച്ചു നാസികയൊക്കെ ഛേദനം ചെയ്തുകൊണ്ട് ശൂർപ്പണഖ കാരണം എന്തുണ്ടായി? രാവണനെ മോഹിപ്പിച്ചുകൊണ്ട് രാവണൻ ഭിക്ഷുവേഷം കെട്ടി സീതയെ കട്ടുകൊണ്ടുപോയി എന്നൊക്കെയാണ്. ജടായുവിനെ സന്ധിക്കാൻ സാധിച്ചു. ദശരഥന്റെ സുഹൃത്തായിരുന്നു. ദശരഥന്റെ എപ്പോഴും ഇഷ്ടമുള്ള ദശരഥന്റെ വലിയ വത്സല ശിഷ്യനായിരുന്നു, അല്ലെങ്കിൽ വത്സല സുഹൃത്തായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു. ആ ജടായു രക്ഷിക്കാൻ നോക്കി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ജടായുവിനെയൊക്കെ പക്ഷങ്ങളറുത്ത് വീഴ്ത്തി ഭർത്താവിനെ കണ്ടുകൊണ്ട് മരിപ്പാൻ യോഗം വരട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അരണ്യകണ്ഡത്തിൽ അതൊക്കെയാണ്. അത് കഴിഞ്ഞ് അശോകവനത്ത് കൊണ്ടേ താമസിപ്പിച്ചു എന്നുള്ളതൊക്കെ വരെയാണ്. പിന്നെ ഇവര് വീണ്ടും തിരഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. അങ്ങനെ കരഞ്ഞുകൊണ്ടുപോകുന്ന നടന്ന സമയത്ത് ഖബന്ധനെ കൊല്ലണം. ഖബന്ധൻ മോക്ഷപ്രാപ്തിയും ഖബന്ധ സ്തുതിയുണ്ട് ഒക്കെ വരാൻ പോകുന്നു, ദിവസം കേൾക്കാൻ പോകുന്നുണ്ടല്ലോ ഇതൊക്കെ. അത് കഴിഞ്ഞ് ശബരിയാശ്രമ പ്രവേശം. ശബരീദേവി പറഞ്ഞിട്ടനുസരിച്ച് പമ്പാതീരത്തില് സുഗ്രീവൻ എന്ന് പറഞ്ഞൊരു കിഷ്കിന്ധാധിപതിയുടെ അനുജൻ, ബാലിയുടെ അനുജനുണ്ട്. അദ്ദേഹം രാജഭ്രഷ്ടനായിട്ട് ഋഷിമൂകാജലം എന്ന് പറഞ്ഞൊരു മലയുടെ മീതിരിക്കുക. അതുകൊണ്ട് അവിടെ ചെന്ന് സുഗ്രീവനുമായിട്ട് സഖ്യം വേണം എന്നൊക്കെ പറഞ്ഞു. അതുവരെയാണ് ഇപ്പൊ ഈ ആരണ്യകാണ്ഡം അല്ലേ. അപ്പൊ ആരണ്യകാണ്ഡത്തിൽ കുറച്ച് നമുക്ക് പറയാനുള്ള യോഗ്യത ഉണ്ട്, വിരാധവധം വരെ. അതുവരെ ഞാൻ പറയാം. അപ്പോ ഇത് കൂടുതൽ കഥ നമ്മളെ പോലെ തന്നെയാണ്. ഈ സീതാദേവി അല്ലെ ഉമാദേവിക്ക് വലിയ ആഗ്രഹം, എത്ര കേട്ടാലും കാകുസ്ത കഥകൾ കേട്ടാൽ മതി വരാതാണ്. കഥയമ്മ കഥയമ്മ അല്ലേ, വീണ്ടും വീണ്ടും പറയുന്നതാണ്. സുന്ദരകാണ്ഡത്തിലാണത്. ഏതായാലും പ്രത്യുഷസുത്തായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് എന്നർത്ഥം. താപസം അത്രി മഹർഷിയെ നമസ്കരിച്ചിട്ട് മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്നർത്ഥം. എല്ലാവരും കൂടി പുണ്ടരീകോൽപവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ. ഇതൊക്കെ അത്രി മഹർഷിയോട് അനുഗ്രഹം വാങ്ങാണ്. ഞങ്ങളിതാ ഘോരവനത്തിലേക്ക് പോവാണ്, അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണേ. ഞങ്ങളെ പെരുവഴി കൂട്ടേണം. ഇനി നല്ല കടും കാട്ടിലേക്കുള്ള വഴി ഏതിനെ പോയാൽ അങ്ങോട്ട് എത്തുക, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് കൂടെ പോകണം എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കാടെല്ലാം എവിടെ ചെന്നാലും ഒരേപോലെ. മരുഭൂമി ചെന്നിട്ട് ഇപ്പൊ അറ്റം കാണണം പറഞ്ഞ് നടക്കില്ല. സമുദ്രത്തിന്റെ മറുകര കാണാൻ പറ്റാത്ത പോലെയാണ്.
അല്ലേ? നമ്മൾ മരുഭൂമിയിലൊക്കെ ഒറ്റപ്പെട്ട് പോയിച്ചാൽ എവിടെയപ്പോ നാട് എന്ന് പറഞ്ഞാൽ ഏത് വഴി കൂടെ പോയാലും മരുഭൂമിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുകയുള്ളൂ. നാട് കാണാൻ പറ്റില്ല, അത്രയും കിലോമീറ്റർ അപ്പുറത്ത്. അതേപോലെ കാട്, ഘോരമായ കാടാണ് അത്ര ഇവിടെയൊക്കെ. നമ്മളൊക്കെ ഇപ്പൊക്കെ വെട്ടിത്തെളിച്ചൊക്കെ രാജ്യങ്ങളാക്കി. പണ്ട് വനമായിരുന്നു, വനത്തിന്റെ ഉള്ളിലൂടെ എത്ര പോയാലും വനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഈ ഘോര വനത്തിന് ഉൾക്കാടുകളിലേക്ക് പോകാൻ ഒരു വഴി പറഞ്ഞു തരൂന്നാ. അപ്പൊ അതിന് ശിഷ്യരെ കൂടെ അയച്ചാൽ മതി. അങ്ങക്ക് കുറെ ശിഷ്യരുണ്ടല്ലോ, ഇതിനൊക്കെ എപ്പോഴും ഇതിനൊക്കെ പോയിട്ടുള്ള, അങ്ങനെ അയക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങക്കിപ്പൊ നേരിലുള്ള മാർഗം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുത. കാരണം എല്ലാവർക്കും നേർവഴി കാണിച്ചു കൊടുക്കുന്നത് അവിടുന്ന്. പെരുവഴി കുട്ടയണം ഒക്കെ പറഞ്ഞ എന്നോട് പറയാ, എന്താ അല്ലേ മായ കൊണ്ട് എന്നെയും മോഹിപ്പിക്കുക എന്ന് പറയാ. ചിലപ്പോ എന്താ അത്രി മഹർഷി പറയാണ്, അങ്ങക്ക് വഴി കാണിച്ചു തരാൻ രണ്ടാൾക്കാരെ വിടൂ എന്നൊക്കെ പറഞ്ഞ. എല്ലാവർക്കും നല്ല വഴി സദ്ഗതി കാണിക്കണേ, നല്ല വഴി കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അവിടുന്നോടാണ്. അല്ല, അവിടുന്ന് പറയാണ് എനിക്ക് വഴി ശല്യ, രണ്ടുപേരെ അയക്കണേ. ഏതായാലും അങ്ങിപ്പോ മനുഷ്യവേഷത്തില് ഇതിപ്പോ എല്ലാവരും ലോക ശിക്ഷാർത്ഥം അങ്ങനെ പറയല്ലേ, സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. എന്റെ ശിഷ്യരെങ്ങനെ അയച്ചോണ്ട് എന്നിട്ട് ശിഷ്യരോട് പറഞ്ഞു, ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കാ എന്നവരോട് ചൊല്ലി മാമുനി. താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അവരോട് നിങ്ങളെ മുന്നിൽ നടന്നിട്ട് വഴി കാട്ടി കൊടുക്കൂട്ടോ. എന്നിട്ട് ശ്രീരാമ ലക്ഷ്മണ സീതാദേവിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവരെ പിന്നാലെ അത്രി മഹർഷി. അപ്പൊ ഇത് കണ്ടപ്പോ ശ്രീരാമസ്വാമി തിരിഞ്ഞു നിന്നു. എന്തിനാ എന്റെ പിന്നാലെ വരണം, ഇവരില്ലേ കാണിച്ചു തരാൻ. ഇനി വാങ്ങി വയസ്സുകാലത്ത് പിന്നാലെ അവിടെ ആനസൂയാദേവി ഒറ്റയ്ക്കല്ലോ, അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങക്ക് ഇവര് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് എന്നെ പറഞ്ഞയച്ചു എന്നാണ്. സന്തോഷത്തോടു കൂടി അദ്ദേഹം ആശ്രമത്തിൽ പോയിരുന്നു എന്നാണ്. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളീഴണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാർ അവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. വലിയൊരു നദി, കുലം കുത്തി ഒഴുകുന്ന വലിയൊരു നദി കാടിന് നടക്കുക. ഇനിയിപ്പോ ഇതെങ്ങനെ അങ്ങോട്ട് കിടക്കുക, നിശ്ചല്യല്ലോ. അപ്പൊ ഈ ശിഷ്യരോട് ചോദിച്ചു, അത്രയും ഭാഷയുടെ ശിഷ്യരോട്, ഇതിപ്പോ അങ്ങോട്ട് കടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്തിനാ ഭയപ്പെടുന്നത്, ഞങ്ങളില്ലേ, ദണ്ടൊന്നും വേണ്ട, തോണിയുണ്ട് ഞങ്ങളുടെ കയ്യില്, ഞങ്ങൾക്ക് ഇതൊക്കെ ശീല. ഇടയ്ക്കിടയ്ക്ക് അക്കരയ്ക്ക് പോകാറുണ്ട്, തോണി കയറിക്കോളൂ പറഞ്ഞിട്ട് തോണി കയറ്റിയിട്ട് അക്കരെ കൊണ്ടെത്തിച്ചു. ഇവര് പറഞ്ഞു, നീ നിങ്ങളുടെ ആവശ്യമില്ല കേട്ടോ, ഇപ്പൊ വനത്തിന്റെ ഉള്ളിലായില്ലേ, നിങ്ങൾ പൊക്കോളൂ പറഞ്ഞു അവരെ പറഞ്ഞയച്ചു എന്നാണ്. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമകം പുക്കാൻ. ജില്ലി ആ ഖാനനത്തിന്റെ വിശേഷണാണ്. ജില്ലി ജങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണം ആതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. മൃഗാകീർണം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൂട്ടങ്ങള് അനവധി. ജങ്കാരം എന്ന് പറഞ്ഞാൽ മുഴക്കെന്നാണ്. ജില്ലി ജങ്കാരം അല്ലേ, ജില്ലി ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ ചീവീടുകൾ. ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നടക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ട്, അതേപോലെ ചീവീടുകളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മുഴക്കം അതിങ്ങനെ മുഴങ്ങി, കാരണം കാട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അതാ തിരിച്ചിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ആണ്. പുത്രാന്ന് വിളിച്ചു വ്യാസൻ. അപ്പൊ തിരിച്ച് മരങ്ങൾ അത്രയും മറുപടി പറഞ്ഞു പുത്ര. അപ്പോഴദ്ദേഹത്തിന് എന്താ മനസ്സിലായി, തന്റെ പുത്രൻ സർവവ്യാപിയാണ്, തന്റെ പുത്രൻ പരമാത്മ ചൈതന്യമാണെന്നാണ് മനസ്സിലായി ശുഗമഹർഷി അല്ലേ. അതൊക്കെ നമ്മൾ ഭാഗവതത്ത് കേട്ടിട്ടുണ്ട്. ഏതായാലും മൃഗക്കൂട്ടത്തില് വ്യാപിക്കപ്പെട്ടതാണ് മൃഗാകീർണം എന്നൊക്കെ പറഞ്ഞ. ആതപഹീനം എന്ന് പറഞ്ഞാൽ, ആതപം എന്ന് പറഞ്ഞാൽ വെയില്, തപം അല്ലേ, ചൂട്. അത് തീരെ ഇല്ല. എന്നുവെച്ചാൽ മരക്കൂട്ടത്തിന്റെ ഉള്ളിൽ എവിടെ വെയിലുണ്ടാവുക, എന്തൊരു തണുപ്പ അവിടെ ഉണ്ടാവുക. കാട് കൊടുങ്കാട്ടിലേ. ശബരിമലയ്ക്കൊക്കെ പണ്ട് എരുമേലി നടന്നു പോവാറുണ്ട്. ഇപ്പൊക്കെ വനമുണ്ടോന്നറിയില്ല, ഞങ്ങൾ കുറെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്നാൽ നല്ല തണുപ്പാണ്. ഏത് ചൂട് കാലത്ത്, പൊതുവേ തണുപ്പ് കാലാണ്, എന്നാലും നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് അതിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്ര തണുപ്പ്. ആ കാട്ടിന്റെ ഉള്ളിൽ കൊടുങ്കാട്ടിൽ എപ്പോഴും സുഖമാണല്ലോ. സുഖമൊന്നുമല്ല, അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നടക്കാൻ പേടിയില്ലാത്തവർക്കൊക്കെ സുഖമാണ് നടന്നത്. ഏതായാലും ക്രൂരസർപ്പങ്ങളുണ്ട്. അങ്ങനെ വലിയ കൊടുങ്കാട്ടിലെത്തി ഇപ്പൊ ലക്ഷ്മണനോട് പറഞ്ഞു, വില്ലു അമ്പൊക്കെ
തയ്യാറാക്കി വെക്കട്ടോ. വല്ല സർപ്പങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ നമ്മുടെ നേരെ ചാടി വീണ ഇവരെ കൊല്ലണ്ടേ, നീയൊക്കെ തയ്യാറായിട്ട് നിന്നോളൂ എന്നൊക്കെ പറഞ്ഞു എന്നാണ്. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിഷകൾ. നാല് പുറവും നാല് ദിക്കിലേക്കും കണ്ണ് വേണിട്ടോ എന്നാണ്. നടക്കുമ്പോഴേ, എവിടെ നടക്കുമ്പോഴും നാല് ദിക്കിലേക്കും കണ്ണൊക്കെ വേണമെന്ന് നമ്മളോട് പറയുകയാണ്. കാരണം ഭക്ഷണാർത്ഥികളല്ല ഇവിടെ, ഭക്ഷണാർത്ഥികള് ഇവിടെ ക്രൂരമൃഗങ്ങൾ കാട്ടിലായതുകൊണ്ടാണ് അത് പറയുന്നത്. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ. ജീവാത്മാവായിട്ട് നീ, പരമാത്മാവായിട്ട് ഞാൻ. ഭഗവാന്റെ അംശം തന്നെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അതിന്റെ നടുക്ക് മായാ ദേവിയായിട്ട്, പ്രകൃതി സ്വരൂപിണിയായിട്ട് ദേവി ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ പരമാത്മ ജീവാത്മാ ചൈതന്യത്തിൽ ഈ പ്രകൃതികളെ അതിന്റെ മധ്യത്തിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല, പേടിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതേപോലെ നടക്കാൻ നാലു പുറവും നോക്കിയിട്ട് അല്ലേ, ചുറ്റുപാടുകളെ വീക്ഷിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം. നമ്മുടെ ഉള്ളിൽ ഈ രാമായണത്തിലൊക്കെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടി കുറച്ചൊരു തത്വചിന്തയും കൂടി ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രയാണം, ജീവിതത്തിന്റെ പ്രയാണം മുന്നോട്ടാണല്ലോ. നമ്മൾ ഒന്നിനും ശ്രദ്ധിക്കാതെ, ചുറ്റുപാടുകളെ വീക്ഷിക്കാതെ, നാലു പുറവും വീക്ഷിക്കാതെ, നമ്മുടെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതൊക്കെ വീക്ഷിക്കണം. പക്ഷെ അതൊന്നും നമ്മുടെ ഉള്ളില്, ഒന്നും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. പാടുവോ? അതൊക്കെ നമ്മളെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തളർന്നു വീഴലേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ധൈര്യസംവേദം, അതാ വില്ലു അമ്പൊക്കെ എടുത്തിട്ട് വേണം എന്ന് പറയണം. നമ്മൾ ജീവാത്മാ പരമാത്മാവിന്റെ ഉള്ളിലുള്ള പ്രകൃതിയാണെന്നാണ് പറയുന്നത്. നമ്മൾ പുരുഷന്മാരുമല്ല, ജീവാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട്, അത് നമുക്ക് തിരിച്ചറിയുന്നില്ല. നമ്മൾ ആ പ്രകൃതിയുടെ ആ ഭാവത്തിൽ ഇരിക്കുക അല്ലേ. നമ്മൾ പ്രകൃതി ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഗുണസമ്പന്നരാണ് നമ്മളൊക്കെ. ഗുണസമ്പന്നർ, സൽഗുണസമ്പന്നരല്ല, വെറും ഗുണസമ്പന്നർ എന്ന് വെച്ചാൽ സാത്വിക രാജസിക തമോ ഗുണങ്ങളാൽ മിശ്രിതമായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ. അതാണ് മൂന്ന് ഗുണങ്ങളും ചേർന്നതാ. പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്നതാണ് ഭഗവാൻ ഗുണാതീതൻ അല്ലേ. നിർഗുണൻ അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ പര്യായം അല്ലെ. ഗുണമില്ലാത്ത ആളെന്ന്, ഒരു ഗുണവും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ല. ഗുണത്തിനെ ആശ്രയിച്ച് ഗുണത്തിനോട് സംഘം ചേർന്ന് ആ ഗുണത്തിൽ വർത്തിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെയാണ്. ഭഗവാനെ സംബന്ധിച്ചുള്ള ഒരു ഗുണം മൂപ്പരെ ഏൽക്കില്ല എന്നർത്ഥം. ആരെങ്കിലും സാത്വികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും നല്ലത് പറയും, നല്ലത് കേൾക്കും, നല്ലതേ സംസാരിക്കും. പക്ഷെ അവർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവും. ഞാൻ നല്ലത് പറയുന്നത് മറ്റുള്ള ആൾക്കാരോടൊന്നും ഞാൻ കൂട്ടുകൂടില്ല. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല, അവരുടെ ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ, ഞാൻ സാത്വികനാ, അങ്ങനെയല്ലേ പറയാ. അതാ സാത്വിക ഗുണം കൊണ്ടാണ്. അത് പാടില്ല. ഭേദചിന്ത ഉണ്ടായാൽ എന്ത് ഗുണം? അപ്പൊ ഗുണം ഉണ്ടാവുമ്പോ ഭേദചിന്ത ഉണ്ട്, വേറെ ആളെ നമുക്ക് ഇഷ്ടമില്ലാതെ വരിക. അങ്ങനെയാണല്ലോ. നമ്മളെക്കാളും താഴെയാണ് ചിന്തിക്കാൻ സാധിക്കുന്നത് തന്നെ മായാ ഗുണസമ്പന്നൻ. അപ്പൊ ഈ ഭഗവാൻ അതില്ല. എല്ലാവരും എന്താ, ശബരി ദേവി കടിച്ച് പഴം കൊടുത്താലും വാങ്ങിക്കഴിക്കും അല്ലേ. നമുക്ക് പറ്റില്ല. അത് സാത്വികനാണെന്നൊക്കെ പറഞ്ഞാൽ അയ്യേ അത് ചെയ്തൂടെ, അങ്ങനെയാണ് വേണ്ടത്. എന്നാലേ ഭഗവാൻ ഇഷ്ടപ്പെടുള്ളൂ. എല്ലാവരും ഒരേപോലെ കാണാം. നമുക്ക് പേടിയാണ്, സൂക്കട് വരുമോ, അത് വരുമോ, ഇത് വരും, നല്ല കാര്യമായി അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കഴിച്ച്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താ വരും, ഒക്കെ ഭഗവാനല്ലേ നോക്കണത്. അതൊക്കെ പറയാൻ എളുപ്പമല്ലേ. അത്ര ഉറപ്പില്ലാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. നല്ല ഉറപ്പ് വേണം. സദാ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം നമുക്ക്, അല്ലെങ്കിൽ ആ ഉറപ്പ് നമുക്ക് ഉണ്ടായാൽ പിന്നെ ഒന്നിനും ഭയക്കണ്ട. പിന്നെ ഒരു ജരയും സൂക്കടും ഒന്നും നമ്മളെ ബാധിക്കും, ഒരു നിപ്പിയും വരില്ല. ഇപ്പൊ തന്നെ നിപ്പ കണ്ടുപിടിച്ചു പോകാൻ ചുറ്റുള്ള ആൾക്കാരൊക്കെ പേടിച്ച് ആകപ്പാടെ കൂടി അല്ലേ. അല്ല, കുറെ കാലം നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നടന്നു, ഇപ്പോഴും ഇട്ട് നടക്കണ്ട. അപ്പൊ കുറെ അവിടെ അടുത്തുള്ള സമ്പർക്കത്തിലുള്ള ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ അവർക്കൊന്നും ഇല്ല. ഇതിപ്പോ എന്താ ഒരാൾക്ക് മാത്രം എന്നുവെച്ചാ ഇല്ല. അതെപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പറയും എല്ലാവരും ഇതൊന്നും ഇപ്പൊ ആക്രമിക്കില്ല. എന്നാൽ കോവിഡ് പോലെയല്ല, അത് എല്ലാവരും വരും. അത് നമ്മൾ വിചാരിക്കാതെ ഇങ്ങോട്ട് വന്നു, അത് മാറും. പക്ഷെ അത് കുഴപ്പമില്ല, അത് മാറിയില്ല, ഇല്ലാതെ ഇല്ലേ. നേരെ മറിച്ച് ഇതങ്ങനെയല്ല. ചില ശരീരത്തിൽ ഇത് പിടിപെട്ട അതങ്ങടെ ആ ശരീരത്തെ ഇല്ലാതെയാക്കുന്നു. എല്ലാവർക്കും പിടിക്കില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്നാൽ പേടി വേണ്ടേ എന്ന് വെച്ചാൽ വേണം. നമ്മുടെ വൃത്തിഹീനത മാലിന്യമുക്തമാവണം എന്നൊക്കെയല്ലേ വേണം. മാലിന്യം നിറഞ്ഞിട്ടുള്ള ജീവിതം ഒന്നിലും
വൃത്തിയില്ല, തോന്നിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഈ നിപ്പയൊക്കെ വരുന്നത്. വവ്വാല് കഴിച്ച ഭക്ഷണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വവ്വാലിന്റെ ഒന്നാവില്ല, അങ്ങനെ എന്തോ വിഷമായിട്ട് ആ കുട്ടിയുടെ ആയുസ് അത്രയേ ഉള്ളൂ. പാവം അല്ലേ? ഏതൊരു പുത്രൻ മരിച്ചാലും ഏതൊരു പുത്രി മരിച്ചാലും നമ്മുടെ പുത്രിയും നമ്മുടെ പുത്രനാണെന്ന് വിചാരിച്ചാൽ മതി. അത്ര നമുക്ക് ആ ദുഃഖങ്ങളൊക്കെ വേണം. ഇപ്പൊ ഒരു കുട്ടിയെ കാണാൻ ഒരു വീടിന്റെ നിലനിൽപ്പിന് ആധാരഭൂതനായിട്ടുള്ള ഒരാള് ലോറിയിൽ പോയിട്ട് അല്ലെ കാണാണ്ടായിട്ട് എത്ര ദിവസമായി, എപ്പോഴും കിട്ടുമോ വെച്ചിട്ട്. ഇനി അത് കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്കറിയാം 7 ദിവസം കഴിഞ്ഞാലും ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ ശ്വാസം ഇല്ലാതെ? അല്ലേ? പറ്റില്ല. അപ്പൊ ആ വീട്ടുകാരുടെ ദുഃഖം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സങ്കട അല്ലേ? എത്ര തെരഞ്ഞെടുത്ത് ഇപ്പൊ നമുക്ക് പരസ്യത്തിന് വേണ്ടിയിട്ട് പേപ്പറിലും അതിലെന്തൊക്കെ ദിവസം നോക്കി കാണിക്കുന്നു. ഒക്കെ കാണിച്ചാൽ അവർക്ക് ആൾക്കാരെ കാണിക്കണ്ടേ, കുറെ കാണിക്കണം. വാസ്തവത്തിൽ ആ വീട്ടുകാർക്ക് ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും അല്ല, പോയ അതത്രേ ഉള്ളൂ. ഈ പ്രപഞ്ച ദുഃഖങ്ങൾ അതാണ് ആദിദൈവികം, ആധ്യാത്മികം, അതിഭൗതികം എന്നൊക്കെ പറഞ്ഞ ദുഃഖങ്ങളിലല്ലേ. ഇതേ ആദിദൈവികത്തിന് വന്നാണിത്. കൊടുങ്കാറ്റും മഴയൊക്കെ വന്നത് ആര് വിചാരിച്ചിട്ടാ? അങ്ങോട്ട് വന്നു. അതിനെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് അങ്ങോട്ട് വന്ന് മലയിടിഞ്ഞ് വീണു മരിച്ചുപോയി. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. അതാ തപ്തമായിട്ടുള്ള ലോഹത്തിന്റെ ആ അമ്പുബിന്ദുന എന്നൊക്കെ പറഞ്ഞില്ലേ, ക്ഷണഭംഗുരം ജീവിതം എന്നൊക്കെ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കാണ്. നല്ല ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി ജലത്തുള്ളി വീണ് കഴിഞ്ഞാൽ ജലത്തുള്ളി എത്ര നേരം നിൽക്കൂടെ? അടുത്തളിക്കുമ്പോഴേക്കും ഇല്ലാതെയോ? അത്രേ ഉള്ളൂ ആയുസ്. അതുമാതിരി ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ അല്ലെ, കാലാഹീനാം ഗ്രസ്തമാം ജീവനും. മനുഷ്യൻ നമ്മുടെ കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായിൽപ്പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ. തവള പാമ്പിന്റെ വായിൽ പകുതി മുഴുങ്ങപ്പെട്ട തവളയുടെ കണ്ണും മൂക്കും നാവും മാത്രമേ പുറത്തുള്ളൂ. എന്നാലും അത് ഭക്ഷണം പുറത്തു കൂടെ വല്ല പാറ്റയോ ജീവിയെ പോകുന്ന വെച്ചാൽ നാവ് നീട്ടി അതിനെ പിടിക്കാൻ നോക്കുക. തനിക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം. താനോ പിടിക്കപ്പെട്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ തന്റെ ജീവി ഒന്നും പോകും. നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരിക. പിറന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ അപ്പം തീരുമാനിക്കുക ഒരു വയസ്സ് കുറഞ്ഞു, ഇന്നലത്തെ പോലെ ഇന്ന് പറ്റില്ല, ഇന്നലെ ഓടി നടന്ന പോലെ. പക്ഷെ നമ്മള് ഹാപ്പി ആവണം എന്നാണ് വാസ്തവത്തിൽ. എന്താ ഇത്രയും കാലം ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചില്ലേ സന്തോഷത്തോടുകൂടി. അതാണ് ഹാപ്പിനെസ്. അല്ലാണ്ട് അന്നത്തെ അതിനാണ് സന്തോഷം. അതാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. അതിനാണ്. അല്ലാണ്ട് ഓരോ വർഷം കഴിയുന്നതിനല്ല. വിളക്കൊക്കെ ഊതിക്കെടുത്തി കഴിഞ്ഞാൽ അത്രയും പ്രകാശം നഷ്ടപ്പെട്ടു എന്നല്ല. നമ്മൾ പ്രകാശ സമ്പന്നരാവുകയാണ് അല്ലേ? നമ്മൾ വിളക്ക് കൊളുത്തി സന്തോഷമായിട്ട് ആ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഇത്രയും കാലം ജീവിക്കാൻ ഭാഗ്യമുണ്ടായി. ഇനിയും നല്ല ജീവിതം ഉണ്ടാവട്ടെ. അങ്ങനെയാണ് ആ പ്രാർത്ഥന. പണ്ട് വീട്ടുകളിലെ അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, മാതാപിതാക്കന്മാർക്കാണ് അവരുടെ കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കുക, കുറെ ആൾക്കാരെ വിളിക്കുക, കുറച്ച് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അത് അറിയില്ല. പിറന്നാളും അമ്പലത്തിൽ പോയി തൊഴുതു വന്നു, സ്വന്തം കാര്യം സിന്ദാബാദ്. കേക്ക് മുറിക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് കേക്ക് മുറിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാണ്. പേരക്കുട്ടികൾക്കൊക്കെ കേക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കേക്ക് മുറിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ട് അതിലേക്ക് പോണ്ട. ജീവാത്മാ പരമാത്മാക്ക് മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീത. ആവയോർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? സംസ്കൃത. അഹം, ആവാം, വയം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ആവാന്ന് പറഞ്ഞാൽ 2 പേരാണ്. പിന്നെ വയം എന്ന് പറഞ്ഞാൽ നമ്മൾ, ഒന്നിച്ച് കുറച്ച് ആൾക്കാർ. ഇതൊക്കെ എങ്ങനെയുണ്ട്? അതിൽ ആവയോ എന്ന് പറഞ്ഞാൽ 2 പേരുടെ ഉള്ളിൽ നടുവില് മധ്യസ്ഥയാകും സീത. മനസ്സിലായി? അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞു വായിക്കാച്ചാൽ അല്ല, സംസ്കൃത പദങ്ങൾ ഉണ്ട് ഇതിലേ. വായിക്കുമ്പോ ഇങ്ങനെ വായിക്കട്ടോ. ആൾക്കാർ അങ്ങനെ വായിക്കണം, പലതരത്തിലും വായിക്കാൻ കേൾക്കും. ചിലരൊക്കെ തെറ്റി വായിക്കും. എന്നാലും വായിക്കുമ്പോഴുള്ള ആ ഭക്തിപൂർവ്വം വായിക്കണ വെച്ചാൽ അതൊക്കെ ഭാഗ്യാണ്. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്നാ പറയണത്. ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാ. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൃഗങ്ങളെ, സിംഹമാണ് കാട്ടിലെ വലിയ രാജാവ്. ആ സിംഹത്തിനെ അടക്കം കോർത്തിരിക്കുന്നു. അപ്പൊ വിരാതൻ എത്രത്തോളം കേമനാവും എന്നാണ് വിചാരിച്ചത്. അന്ന് കരുതിയാൽ മതി. ഏതായാലും ഈ ലക്ഷ്മണനും ശ്രീരാമനും അത് കണ്ട് പേടിച്ചു അയ്യോ എന്ന് പറഞ്ഞു. എന്നാ പുരുഷന്മാരെ പേടിപ്പിക്കുന്ന മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ പറയാം. ഇത് ആരാ വരണത് എന്ന് പറഞ്ഞൊരു പേടി. കാരണം ഇങ്ങനെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്നും ഇട്ടില്ലേ, അത്രേ ഉള്ളൂ. ഉച്ചത്തിലലറി വന്നിടിനാനതു നേരം പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട്
അതങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി അലറിങ്ങോട്ട് വന്നു. അതുനേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ സീതേ, നീ പേടിക്കൊന്നും വേണ്ട. ലക്ഷ്മണ, ശരം എടുത്ത് തയ്യാറായിട്ട് നിന്നോളൂ. പേടിയാതെ ഉറച്ച നിൽപ്പോട് കൂടിയിട്ട് അവന്റെ കയ്യും കാലും വെട്ടാൻ തരത്തിൽ നിൽക്കണം എന്നാണ്. പത്രികൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവന് ഇതാ പറയുന്നു അടുത്തത്. പുഷ്ടകോപേന ലോകം ഞെട്ടുമാർ ഉര ചെയ്താൻ. ഈ രാക്ഷസൻ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ധൈര്യസമേതം എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക, അമ്പും വില്ലൊക്കെ പിടിച്ചിട്ടേ, ആരാ നിങ്ങള്? നിങ്ങൾക്ക് ഒരു പേടിയും കാണാനില്ലല്ലോ. ഇതുവരെ മനുഷ്യന്മാരെ, പേടിയില്ലാത്ത മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. എന്നെ കണ്ട ദൂരേക്ക് ഓടിപ്പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഇത് മുമ്പിൽ നിന്നിപ്പോ എന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് നിൽക്കണം. നിങ്ങൾ ഇത്ര ചെറിയ മനുഷ്യരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ നിസ്സാരം. എന്നാലും നിങ്ങൾ ആരാന്ന് പറയൂ. നിങ്ങളുടെ മുഖം കാണുമല്ല ദുഷ്ടജന്തുക്കളുള്ള ഈ വൻകാട്ടിലെ അസ്തഭയം, ഭയം തീരെ ഇല്ലാതെ നിങ്ങൾ നിൽക്കണല്ലോ, അതും വില്ലു കൊമ്പൊക്കെ പിടിച്ചുകൊണ്ട്. എന്നാൽ നിങ്ങള് മുനിവേഷധാരികളാണ്. വൽക്കലും ജഡക്കെട്ടുമുണ്ട്. ആരാപ്പോ എന്താ അങ്ങനെ വരാൻ കാരണം? അതോ സുന്ദരിയായിട്ടുള്ള ഒരു തരുണീ മണി ഉണ്ടോ? ഒപ്പം അവള് ജടാധാരി എന്നല്ല, ആരാപ്പ ഒരു സുന്ദരിയിട്ടല്ലോ. ആ സുന്ദരിയെ കണ്ടപ്പോ രാക്ഷസനും വേണമെന്നാണ്. രാക്ഷസൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളിപ്പോ കൊല്ലണില്ല, ആ വില്ലു അമ്പൊക്കെ ഇവിടെ ഇട്ടിട്ട് അത് ആ പെണ്ണിനെ ഇവിടെ വീഴ്ചിട്ട് വേഗം ഓടിപ്പോയിക്കോളൂ. നല്ല കാര്യമാണ്. എന്നാ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ജീവൻ കിട്ടും. ഞാനേ വിരാധൻ എന്ന് പറഞ്ഞ പേര് കേട്ട രാക്ഷസനാണ്. ഈ ത്രിലോകത്തിൽ എന്നെ അറിയാത്തവരാരുമില്ല. നിങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞാൽ മൂഢന്മാരെന്നെ നിങ്ങൾ ഇട്ടോന്നാ. നിങ്ങൾക്ക് അറിയില്ല, വിരാധനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ദേവേന്ദ്രനൊക്കെ വിട്ടുപോയിരിക്കുക. ആ വിരാധനെ ഭഗവാൻ കൊല്ലാൻ പോവുകയാണ്. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ. ആരാ നിങ്ങളെ ചോദിച്ചതിന് മറുപടി പറഞ്ഞു, ഞാൻ രാമൻ, ഇത് ലക്ഷ്മണൻ, ഇത് സീതാദേവി, ഞങ്ങൾ എന്തിനാ അവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെ കൊല്ലാനാ ഈ കാട്ടിൽ വന്നിരിക്കണേ. നിങ്ങളെ പോലുള്ള രാക്ഷസ പരീക്ഷകളെ ഉന്മാർജനം ചെയ്യാൻ, നിശേഷമില്ലാതേക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോ എന്നെ കൊല്ലാനോ? തരക്കടില്ല, അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. വായ അങ്ങോട്ട് പൊളിച്ച് ഇവരെ പിഴുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മരം അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവരെ നേരെ അപ്പൊ തന്നെ നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട്, ശക്തനാം വിരാതൻ എന്ന് എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആര് അറിയാതെയുള്ളൂ? എത്രയും മൂടൻ ഭവാൻ എന്നിഹ ധരിച്ചേ ഞാൻ. എന്നെ അറിയാതെ ഇരിക്കണ നിങ്ങളൊക്കെ മൂഢനാണെന്ന് മനസ്സിലല്ല. ഈ ആരാ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചല്ലോ, അതിനുള്ള മറുപടിയാ. ഏതായാലും ആ നാരീരത്നത്തെ ഉപേക്ഷിച്ച് വേഗം രക്ഷപ്പെട്ടുള്ളൂ. നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല തൽക്കാലം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാനാ ഭാഗിച്ചാൽ എനിക്ക് വിശപ്പ് നല്ലോണം ഉണ്ട്. നിങ്ങളെ ഞാൻ എന്റെ വിശപ്പിന് ഊണിനിരയാക്കുന്നതാണ്. സത്വരം അടുത്തത് കണ്ടു രാഘവൻ എന്താ ചെയ്തെച്ചാൽ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്ത, ആ അമ്പ് കൊണ്ട് ശരങ്ങൾ കൊണ്ട് തന്നെ കൈകളെ മുറിച്ചു കളഞ്ഞു. അപ്പൊ വീണ്ടും എടുത്തു, അപ്പൊ കാലും മുറിച്ചു, പിന്നെ എടുത്തു. അപ്പൊ ഒരു അസ്ത്രം അയച്ചു, ഉത്തമാംഗം തന്നെ പറിച്ചു മാറ്റിയുന്ന, ശിരസ്സും ഇല്ലാതേക്ക് തല അങ്ങോട്ട് കൊയ്തു. അങ്ങനെ വിരാധൻ എന്ത് ചെയ്തു? മോക്ഷം പ്രാപിച്ചു, മരിച്ചു വീണു. അപ്പൊ വിരാതന്റെ ഉള്ളിൽ നിന്നൊരു ശരീരം ഇങ്ങോട്ട് പുറത്തു വന്നു, ഒരു പുതിയ രൂപം. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. ആരാത്? വിദ്യാധരനാണത്രേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും. നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ച്, കണ്ടാൽ തന്നെ മനോഹരമായിട്ടുള്ള തേജസ്സാർന്ന രൂപത്തോടു. ഇങ്ങനെയുള്ള ആള് നേരത്തെ കണ്ടത് എങ്ങനെയാ? വക്ത്രങ്ങളൊക്കെ പിളർന്ന് കൂമ്പൻ പല്ലൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ കയ്യിലെടുത്ത് ക്രൂരമായ രാക്ഷസഭാവം മാറി ഇപ്പോൾ ശാന്തമായിട്ടുള്ള ദേവരൂപത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു.
രാഘവനെ ഭഗവാനെ സ്തുതിക്കുകയാണ്. രാഗേന്ദുമുഖം ഭവമജ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരദളശ്യാമമിന്ദ്രാദിവൃന്ദാരക വൃന്ദബന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമപി രാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാൻ ഒരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭൂലോകപതിയായിട്ടുള്ള ഭഗവാനെ, ഞാൻ പണ്ട് ഒരു വിദ്യാധരനായിരുന്നു. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായോരു രാത്രിഞ്ചരനായേനല്ലോ. ദുർവാസിന്റെ അടുത്ത് ഞാൻ അക്രമം പ്രവർത്തിച്ചു എൻ്റെ അഹങ്കാരം കൊണ്ട്. അദ്ദേഹം എന്നെ ശപിച്ചു, രാക്ഷസനായിപ്പോട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പൊ ഈ രൂപമൊക്കെ കിട്ടിയത്, വിരാതന്റെ രൂപം കിട്ടിയത്. അങ്ങയുടെ ആ മഹാത്മ്യം കൊണ്ട് ശാപബന്ധമൊക്കെ തീർന്നു, മോക്ഷം പ്രാപിച്ചു എന്നാണ്. സന്തതം ഇനി എപ്പോഴും ആ ചരണാംബുജയുഗം തന്നെ, ആ പാദപത്മങ്ങളെ തന്നെ ചിന്തിക്കായി വരേണമേ മാനസത്തിന്. എൻ്റെ മനസ്സിൽ എപ്പോഴും ആ പാദപത്മങ്ങളെ എനിക്ക് ചിന്തിക്കാൻ സാധിക്കണേ ഭഗവാനെ എന്നാണ്. പിന്നെയോ വാണി ഗുണാനുവദനേ ശ്രവണേ കഥായ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഇവിടെ മലയാളത്തിലും പറയുന്നു, അധ്യാത്മരാമായണത്തിൽ. അത് വാണി ഗുണാനുകഥന എന്ന് പാടിയത് ആരാ അറിയോ? ആരാ കേട്ടിട്ടുണ്ടോ? ഭഗവാന്റെ ലീലകളുണ്ട്, കൃഷ്ണലീലകള്. അപ്പോ ഉരുളിൽ ബന്ധിച്ചു എന്നാണ്. അപ്പൊ കുബേരന്റെ മക്കള് അല്ലേ, മണിഗ്രീവനൊക്കെ, അവർക്ക് മോക്ഷം കൊടുത്തു. കവുങ്ങ് ഒരു വലിയ വൃക്ഷം ഇതാക്കിയപ്പോ. അപ്പൊ അവര് പ്രാർത്ഥിച്ചതാണ് ഈ വാക്ക് തന്നെയാണ് അവരും പ്രാർത്ഥിച്ചത്. വാണി ഗുണം, ഗുണം വെച്ചാൽ വാക്കുകൾ അവിടുത്തെ പ്രകീർത്തിക്കാനായിട്ട് മാത്രമേ വേണ്ടൂ എന്നർത്ഥം. ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ വാക്കുകളൊക്കെ ഭഗവാനെ അവിടുത്തെ കീർത്തനങ്ങളായിട്ട് മാറണമേ. അത്രയും സാത്വികമായിട്ടുള്ള, മറ്റവർക്ക് ആർക്കും ചുറ്റുമുള്ള ആർക്കും ഒരു ദോഷവും വരുത്താത്ത വാക്കുകൾ പ്രയോഗിക്കാൻ ഭാഗ്യം ഉണ്ടാവണേ. നമുക്കൊക്കെ അതല്ലേ വേണ്ടത്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടായി, എനിക്ക് വിഷമാണ് അല്ലേ? ആരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പറഞ്ഞാലും ആർക്കെങ്കിലും വിഷമമാണ്. എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാതെ? ജനങ്ങൾ പലതരത്തിൽ പല ഇതുണ്ട്. അതൊക്കെ പറഞ്ഞ് ജയിക്കാൻ നമുക്കൊന്നും നേടാനൊന്നുമില്ല. വോട്ട് കിട്ടിയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കിയിട്ട്, ബ്രഹ്മസ്ഥാനാണ് ഇരിക്കുന്ന സ്ഥലമൊക്കെ, അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലതേ പറയാൻ പാടൂ. ഇവിടെ ഇരുന്നിട്ടും തോന്നിയത് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടേ, കുറ്റം പറയല്ലേ, അറിയാത്തത് കൊണ്ടാണ്, മായ കൊണ്ട് അല്ലേ. അതൊക്കെ മാറാൻ സാധിക്കണം. അത് നിരന്തരമായിട്ടുള്ള സാധന വേണം. കുറെയൊക്കെ നമ്മൾ അതില്ലാത്തതുകൊണ്ടാണ് പലർക്കും തൽക്കാലം തന്റെ വലിപ്പം കാണിക്കാനൊക്കെ കുറച്ച് ആ സമയത്ത് കുറച്ചൊക്കെ പഠിച്ചെന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അറിയില്ല. അപ്പൊ കിട്ടിയ ചാൻസിൽ മറ്റുള്ളവരെ കുറ്റം പറയാനും ഉപയോഗിക്കുന്നിടത്ത് ആരും കുറ്റം പറയാൻ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വേദികളിൽ ഭാഗവതം, രാമായണം, ഇങ്ങനെയുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ദേവസന്നിധിയിൽ വെച്ച് പ്രഭാഷണം നടത്തുമ്പോൾ മനസ്സിലായോ? നമ്മൾ കേൾക്കലൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നില്ല, ആരും കുറ്റപ്പെടുത്താനല്ലേ അവർ പറയുന്നത്, അവരറിയാതെ പറയണതാണ്. ഏതായാലും ഇവിടെ പറയണ എന്താ? വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം. എന്തൊരു കീർത്തനം! വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. പാണി എന്ന് പറഞ്ഞ കൈകളാ, എപ്പോഴും പൂജിക്കാൻ സാധിക്കണം. അവിടുത്തെ പാദപത്മങ്ങളിൽ ഇങ്ങനെ പൂവിടാൻ സാധിക്കാറുണ്ടല്ലേ. എൻ്റെ കൈകളെ കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരം, ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഭഗവാനെ അവിടുത്തെ പാദപൂജയായിട്ട് മാറണം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും എന്നമ്മയ്ക്ക് പൂജകളായിടണമേ. കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കീർത്തനുണ്ട്, അമ്മേ നാരായണ എന്ന് പറഞ്ഞിട്ട്.
ആ പൂജകളൊക്കെ അമ്മയുടെ പാദപത്മങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ പുഷ്പങ്ങളായിട്ട് മാറണേ. എൻ്റെ കർമ്മങ്ങളൊക്കെ ഉള്ളൂ ആണ്. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം. ഞാൻ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് ഭഗവാൻ അവിടുത്തെ കഥകൾ കേൾക്കാൻ മാത്രമായിരിക്കണം. വേണ്ടാത്തതൊന്നും കേൾക്കാൻ എൻ്റെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് കഴിയാതിരിക്കട്ടെ. ആൾക്കാർ പലതും പറയും അല്ലേ, പലതും പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ പോകണം. അതൊക്കെ കാര്യമായിട്ട് എടുത്തിട്ട് നല്ലത് മാത്രം ഉപേക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചീത്തത് മാത്രം കേൾക്കുക, നല്ലത് കേൾക്കാതിരിക്കുക. അപ്പൊ അത് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ പറയണ എന്താണ്, നല്ലത് മാത്രം കേൾക്കാൻ എൻ്റെ ചെവികൾക്ക് ഭാഗ്യം ഉണ്ടാവണേ എന്നാണ്. ഭഗവത് കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് കേൾക്കുക. ഭഗവാനെ കുറിച്ചുള്ള കഥകളൊക്കെ നല്ലതല്ലേ, അത് കേൾക്കാൻ മാത്രം എൻ്റെ ചെവികൾ എപ്പോഴും എനിക്ക് യോഗ്യമായിട്ടുണ്ടാവട്ടെ. നമ്മുടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, പൃഥു ചക്രവർത്തി പറഞ്ഞിട്ട്. അതും ഭാഗവതത്തിലെ കഥയാണ്. അപ്പൊ ഈ ഭാഗവതം ധാരാളം പറയുന്നതുകൊണ്ട് നമുക്ക് അതിങ്ങനെ ഓർമ്മ വരിക. അതൊക്കെ അതിന് ഉപോത്ഘടകങ്ങളായിട്ട് പറയാമേ ഉള്ളൂ. അപ്പൊ ആ പൃഥു ചക്രവർത്തി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. പൃഥു ഭഗവാന്റെ അവതാരം തന്നെയാ, എന്നാലും ഭഗവാനെ പൂജിച്ച് ഭഗവാൻ സന്തോഷപൂർവ്വം അനുഗ്രഹം കൊടുത്തു. യാഗങ്ങളൊക്കെ ചെയ്തപ്പോഴേ 99 യാഗമൊക്കെ ചെയ്തു. 100ാമത്തെ പറ്റിയില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെടെ എന്താ വരം വേണ്ട വെച്ചു. വിതൽ സ്വകർണായുധ വേഷമേ വര എന്നാണ് പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? കർണായുധം, ആയുധം എന്ന് പറഞ്ഞാൽ 10,000 എന്നാണ്. 10,000 ചെവികൾ തന്ന അനുഗ്രഹിക്കൂ എന്നുവെച്ചാൽ അങ്ങയുടെ കീർത്തനങ്ങളും കഥകളും ഈ 2 ചെവി കൊണ്ട് കേട്ടിട്ട് മതിയാവണില്ല, അനവധി തവണ കേൾക്കാൻ സാധിക്കട്ടെ എന്നാണ് ഭഗവാനോട് പറയണതാ. 10,000 ചെവികൾ തന്ന് അനുഗ്രഹിക്കൂ. അല്ലാണ്ട് 10,000 ചെവി തന്നാ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയല്ല, 10,000 ചെവികളുടെ അത്രയും കേൾക്കാൻ എനിക്ക് സാധിക്കണേ എന്നാണ് ഭഗവാന്റെ കഥകൾ. അതാണ് ഇവിടെ പറയുന്നത്. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. കാണുന്നതൊക്കെ രാമ പ്രതിമകളായിരിക്കണം, ഭഗവാന്റെ രൂപമായിരിക്കണം. കാണുന്നതെല്ലാം നാരായണ പ്രതിമ. അങ്ങനെയല്ലേ? എല്ലാവരിലും നാരായണനെ ദർശിക്കാൻ സാധിക്കണം, രാമനെ ദർശിക്കാൻ സാധിക്കണം. ധർമ്മ സ്ഥാപകനായിട്ടുള്ള, ധാർമ്മിക ചിത്തനായിട്ടുള്ള, ധർമ്മത്തിന് അവതാരമെടുത്തിട്ടുള്ള ശ്രീരാമചന്ദ്ര സ്വാമിയുടെ രൂപത്തെ ഓരോരോ മുഖത്തും ഓരോരോ മനുഷ്യരിലും കാണാൻ സാധിക്കുക പറഞ്ഞാൽ നല്ല സന്മനസ്സുള്ളവരാവില്ലേ? നമുക്ക് ആരെങ്കിലും ദ്രോഹിക്കാൻ പറ്റുമോ? എല്ലാവരും നല്ലവരാവും. ആരും എൻ്റെ വിരോധികളല്ല, എല്ലാവരും ഭഗവാന്റെ ആൾക്കാരാണ്. അപ്പൊ കാണുന്നതൊക്കെ ഭഗവാനെ അവിടുത്തെ പ്രതിമകൾ കാണാൻ വേണ്ടി, അവിടുത്തെ ലിംഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കണേ. എൻ്റെ ശിരസ് കൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലോ ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. എൻ്റെ ശിരസ് കൊണ്ട് സദാ മറ്റുള്ളവരെ വണങ്ങാനും നമസ്കരിക്കാനും സാധിക്കണം. ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഞാൻ കേമൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നടക്കണം. ഞാൻ തല താഴ്ത്തിയിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയും. ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ കേട്ടിട്ടില്ലേ പറയണ ചിലവര്? ഞാൻ അങ്ങനെയാണ് ഒക്കെ ചിലവർ പറയാണ്, അഹങ്കാരം കൊണ്ട് പറയാണ്. എന്നാൽ ഭഗവാന്റെ മുമ്പിൽ തല താഴ്ത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എല്ലാവരിലും ഭഗവാനെ കാണുമ്പോൾ തല താഴ്ത്തും, എല്ലാവരുടെ മുമ്പിലും തല താഴ്ത്തും. അപ്പൊ പക്ഷഭേദമില്ല. കുഞ്ഞാണെന്നോ വലിയ ആളെന്നോ അല്ലേ, വേറെ ജാതിപ്പെട്ട ആളെന്നോ അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ഭഗവാനെ കാണാൻ വെച്ചാൽ അവരുടെ മുമ്പിലൊക്കെ തല കുനിച്ചുകൊണ്ട് എന്താ സംഭവിക്കണം? ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഒരു പ്രശ്നവുമില്ല. ആരും നമ്മളെ കളിയാക്കിയിട്ട് അതുവരെ 100 രൂപ തരുന്ന നീ 5 രൂപയെ തരുന്നുള്ളൂ, താൻ നമസ്കരിച്ചോട്ട് അങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെ പറഞ്ഞത് ആയിക്കോട്ടെ എന്ന് പറയണം അല്ലേ? ആ ധൈര്യം വേണച്ചാൽ ഭഗവത് പ്രാർത്ഥന വേണം. ആണ് ഇവിടെ പ്രാർത്ഥിക്കണം, ഇത് എനിക്ക് സംഭവിക്കണമെന്ന്. ഇവര് വിദ്യാധരൻ എന്തെങ്ങനെ പറയാൻ കാരണം ഇതിനു മുമ്പ് ഇല്ലാത്തോണ്ടാ. അയാളെന്തോ അഹങ്കാരം കാണിച്ചിട്ടല്ലേ ഇപ്പൊ രാക്ഷസനായിട്ട് കോടും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. എത്ര കാലം നടത്തി ശരിയാർത്ഥം. അതൊന്നും ഒരു വീണ്ടും തിരിച്ചു കിട്ടിയപ്പോ ഇനിയെങ്കിലും എനിക്ക് ഈ വക തോന്നലൊന്നും ഉണ്ടാവരുതേ എന്നാണ്. നമ്മളും ഇങ്ങനെ പല പ്രവൃത്തിയൊക്കെ ചെയ്ത് വിഡ്ഢിത്തരങ്ങൾ എന്തൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ മാറണ്ടേ? രാമായണമൊക്കെ വായിച്ച് നമുക്ക് കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ വേണം. അല്ല, നമ്മളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ മാറിയാൽ മതി. നമസ്തേ രാമ രാമായ ആത്മാരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നമ.
ഇനി ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേശ. പുനരൊന്നപേക്ഷിച്ചിടിനീൻ നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജ വിലോചന. സന്തതം നമസ്കാരം. ആകെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനിയും അവിടുത്തെ ആ മായാദേവി എന്നെ മോഹിപ്പിക്കാൻ ഇടവരരുതേ എന്നർത്ഥം. ഈ മോഹത്തിൽ പെട്ടുകൊണ്ട് ഞാൻ ദുഷ്പ്രവൃത്തിയൊക്കെ പലതും ചെയ്യണ്ടായി. ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വരണേ. അതുകൊണ്ട് മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാനോട് തന്നെ പറയാൻ പറ്റുള്ളൂ, വേറെ ആരോടും മായയിൽ നിന്ന് അകറ്റണം എന്ന് പറയാൻ പറ്റില്ല. ഭഗവാന്റെ പാദപത്മങ്ങളെ സദാ സ്മരിക്കുന്ന ആൾക്കാരെ മായ ആക്രമിക്കില്ല. മായാധിപനാണ്. മായയ്ക്കും അധിപനായിട്ട് ആരെങ്കിലും ഉണ്ടെച്ചാൽ അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. മായയെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ നേരെ മായ കാണിക്കാനാണ് ഇവരൊക്കെ പുറപ്പെടുന്നത്, ഈ ദുഷ്ടാസുരന്മാര്. പിന്നെന്താ ചെയ്യാല്ലേ? ഇങ്ങനെ വിജ്ഞാപിതനായ രഘുനാഥൻ അങ്ങനെ തന്നെ തഥാസ്തു എന്ന് പറഞ്ഞ് വരം കൊടുത്തു എന്നാണ്. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല, എന്നെ ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. മോക്ഷം കിട്ടി അല്ലെങ്കിൽ മുക്തൻ ബന്ധത്തിൽ നിന്നൊക്കെ മാറി എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാവില്ല, എന്നെ കണ്ട് കിട്ടിയെന്നൊന്നും വരില്ല. എൻ്റെ രൂപം കാണാനോ എന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാനോ ഒന്നും എന്നെ ആക്രമിക്കണില്ല. ഒന്നിലും ഞാൻ സംഘമില്ല. അതാണല്ലോ മുക്തി. മുക്തൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊന്നും ഞാൻ ഉദാസീന ഭാവം നടത്തും. അങ്ങനെ ആയാൽ പോലും ഭഗവത് ഭക്തിക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഈശ്വര ഭക്തി അത് നിനക്കുണ്ട്, അതുകൂടി ഉണ്ടെങ്കിലേ ഈ മുക്തിക്ക് ശരിക്കുള്ള ആ തേജസ് വരുള്ളൂ എന്നാണ്. മുക്തി ഭക്തി നല്ലോണം ഉണ്ടെങ്കിലേ മുക്തി ഉണ്ടാവുള്ളൂ എന്നാണ്. അതാണ് പറയുന്നത്, ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാപേന പോയി നാഗലോകവും പൂക്കാൻ. നാഗലോകം എന്ന് പറഞ്ഞാൽ ദേവലോകം. തന്റെ അഭീഷ്ടപ്രകാരം ആ ദേവലോകത്തേക്ക് എത്തിച്ചേർന്നു. ഈ കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനും ദുഷ്കൃതം അകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. മോക്ഷം കിട്ടാൻ ഇത് കഥ ശരിക്ക് പഠിച്ചാൽ മതി എന്നാണ് പറയണത്. വാൽമീകി രാമായണത്തില് പറയണത് വൈശ്രവണനാൽ ശപിക്കപ്പെട്ട തുമ്പുരു ആണ് വിരാതൻ എന്നാത്രേ പറയണത് വാൽമീകി രാമായണം. അത് നമുക്കിത് ഇവിടെ ആവശ്യമില്ല, ഇതിലാണ്. ആ വിരാതൻ ഏതായാലും ശ്രീരാമനോട് യാത്രാനുമതി വാങ്ങി സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇനി ശരഭംഗ മന്ദിര പ്രവേശം കൂടി പറയാം. അതൊക്കെ 12 മണി വരെ ഉണ്ടല്ലോ. അഗസ്ത്യസ്തുതി വരെ പറയാമെന്ന് പറയുന്നത്. അഗസ്ത്യസ്തുതി നാളെ ശോഭ ടീച്ചറാണ് പറയുന്നത് അല്ലേ. അപ്പോ ശരഭംഗ മന്ദിര ഇതുവരെ പറഞ്ഞു, നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി നമ്മോട്. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം ബുക്കാർ. നേരത്തെ പറഞ്ഞു ശരഭംഗൻ എന്ന് പറഞ്ഞാൽ വൃദ്ധതാപസനായിരുന്നു, ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ കാര്യം തന്നെ പറയണം. താപസവരൻ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ. ആരെ? സാക്ഷാലീശ്വരനെ, ഭഗവാനെ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ആ മാംസേക്ഷണം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിലുള്ള ആ കണ്ണുകൾ കൊണ്ട്, അല്ലാണ്ട് അകക്കണ്ണൊക്കെ ഉണ്ടല്ലോ, അതാണ് ഭാവിയിലത്തെ കാര്യക്കാരൻ. ഇത് പുറത്തുള്ള കണ്ണുകൊണ്ട് മുമ്പിൽ കാണാൻ സാധിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഭഗവാനോട്, എന്താണ്? ഞാൻ അനേകം നാളായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കണത്? ഭഗവാനെ സാക്ഷാൽ ലക്ഷ്മി ദേവിയോടുകൂടി ഭഗവാനെ ഒന്ന് ദർശിക്കണം, ജാനകി ദേവിയോട് ശ്രീരാമചന്ദ്രനെ ഒന്ന് ദർശിക്കണമെന്ന് ഞാൻ വളരെയധികം മനസ്സിൽ ആശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആർച്ചവ ബുദ്ധ്യാ ചിരം തപസാ ബഹുതരം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഏകാഗ്രചിത്തനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ത്രേതായുഗത്തിൽ അവതരിക്കുന്ന ശ്രീരാമചന്ദ്രനെ ജാനകി ദേവിയോട് ഒരു വട്ടം എൻ്റെ കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷമായി കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. അതിന് ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തപസ് ചെയ്യായിരുന്നു. മനസ്സിൽ സദാ ഭഗവാനെ അർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ സാധ്യമായേനിന്ന് ആ കാര്യമൊക്കെ നടന്നു ആണ്.
ആർജിച്ചേനല്ലോ പുണ്യം ഇന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേനദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. ഞാൻ എന്തെങ്കിലും പുണ്യം ആർജിച്ചിട്ടുണ്ടെങ്കിൽ, നേടിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ തപസ് കൊണ്ടും ഇതുവരെയുള്ള ജീവിതം കൊണ്ടും അതെല്ലാം ശ്രീരാമചന്ദ്രസ്വാമി അവിടത്തേക്ക് ഇരിക്കട്ടെ എന്നർത്ഥം. ഇന്ന് എനിക്ക് എല്ലാം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്നാണ്. എന്നിട്ട് ഞാൻ ഇനി മോക്ഷം എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഈ ശരീരം വെച്ചുകൊണ്ടിരുന്നത് എന്തിനാ? അങ്ങയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ശരീരത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വേർപെട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അതിന് അനുമതി തരണേന്നാണ്. അങ്ങയെ കണ്ടുകൊണ്ട് എന്നെ ദേഹത്യാഗം ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങയെ കാണാതെ ഒരിക്കലും എൻ്റെ ദേഹത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് ഇടവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ബഹുകാലം പാർത്തു ഞാൻ ഇരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നു. കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെ. ആ മോക്ഷത്തെ ഞാനിപ്പോ ഈ ശരീരബന്ധത്തിൽ നിന്ന് ഞാൻ മാറി ആ പരമമായ പദത്തെ ഞാനിത് ആശ്രയിക്കാൻ പോകുന്നു. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേനന്ദ സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദളശ്യാമളം അംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഡഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. അവരെ നോക്കിക്കൊണ്ട് തൻ്റെ ദേഹത്തെ അങ്ങോട്ട് ദഹിപ്പിച്ചു, സ്വയം അഗ്നി ഉണ്ടാക്കിയിട്ട് അതിലങ്ങോട്ട് ദഹിപ്പിച്ചു എന്ന് പറയണം. ഭഗവാനെ കണ്ടിട്ട് മരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ താപസഗതി നേരെ കാണാൻ സാധിച്ചു ലക്ഷ്മണനും ശ്രീരാമസ്വാമിക്കും. അങ്ങനെ കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. വൃത്രാരിമുഖ്യന്മാര് എന്ന് പറഞ്ഞാൽ വൃത്രന്റെ അരി. വൃത്രാരി എന്ന് പറഞ്ഞാൽ വൃത്രന്റെ അരി ആരാ? വൃത്തനെ കൊന്നത് ഇന്ദ്രനല്ലേ അല്ലേ? വൃത്രാസുരവധം കേട്ടിട്ടുണ്ടോ നിങ്ങള്? വൃത്രന്റെ ഒക്കെ വലിയ മോക്ഷദായകമായിട്ടുള്ള ഭാഗമൊക്കെ ഭാഗവതത്തിൽ കേൾക്കാൻ നമുക്ക് നല്ല ഗംഭീരാണ്. വൃത്രാസുരവധം. വൃത്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയൊരു ഭാഗമാണ് അദ്ദേഹം സ്തുതിക്കുന്നതൊക്കെ. അദ്ദേഹം പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രാജ്യഭരണം വേണ്ട, ചക്രവർത്തി പദം വേണ്ട, എനിക്ക് അവിടുത്തെ ദാസന്റെ ദാസനായിട്ടിരുന്നാൽ മതി എന്നാണ്. ഇന്ദ്രൻ പോലും ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. താൻ യുദ്ധം ചെയ്യാൻ പോണ ശത്രു, അതും അസുരൻ, ഈ ജാതിയൊക്കെ തന്നെക്കാൾ ഭക്തിയെ കാണിക്കണം. ഈ ചന്ദ്രഹാസം കൊണ്ട് എങ്ങനെ കൊല്ല? എന്നിട്ട് പറയാണ്, ഈ ചന്ദ്രഹാസത്തിന് ദീജി മഹർഷിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഭഗവാൻ തന്നെ നേരിട്ട് ആ തേജസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഭയക്കണു എന്നെ കൊല്ലാൻ പറ്റും? കൊല്ലെന്നേതാണ്. എന്നിട്ട് വേണം എനിക്ക് മോക്ഷം പ്രാപിക്കാൻ. ഞാനാണെച്ചാൽ കാത്തിരിക്കാം. പക്ഷി ചിറക് പറ്റാത്ത പക്ഷി കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി കാത്തിരിക്കുന്നത് പോലെയാണ് ഞാൻ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ലയിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ അജാതപക്ഷ യുവകഥ എന്നൊക്കെ പറയുന്നത്. ഗംഭീരൊരു ശ്ലോകങ്ങളൊക്കെ ഭാഗവതം വരുമ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം, കേൾക്കാം.